ആദിപരാശക്തിയായ ജഗദംബികയുടെ മഹാത്മ്യങ്ങൾ അനന്തമാണ്. ഓരോരോ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പരാശക്തി വിവിധങ്ങളായ അവതാരങ്ങൾ എടുത്തിരിക്കുന്നു. മലയാള നാട്ടിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോരുന്ന പല അമ്മൻ ദേവതാക്ഷേത്രങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കാമാക്ഷിയമ്മൻ, മധുരമീനാക്ഷിയമ്മൻ, മാരിയമ്മൻ, ഉച്ചിമാക്കാളിയമ്മൻ, മുത്താരമ്മൻ, പേച്ചിയമ്മൻ, അങ്കാളമ്മൻ, ഇശക്കിയമ്മൻ എന്നിങ്ങനെ തമിഴകത്തു നിന്നും മലയാളം മണ്ണിൽ വാസമുറപ്പിച്ച അമ്മൻ ദേവതകൾ ഏറെയാണ്. അമ്മൻ ദേവതകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മാരിയമ്മൻ എന്ന പേരാണ്. ഇവിടെ മാരിയമ്മ ദേവിയുടെ മഹാത്മ്യ കഥകൾ നമുക്ക് കേൾക്കാം. കൃതയുഗത്തിലെ ഇക്ഷ്വാകു വംശജനും വിദർഭാദേശത്തെ രാജാവുമായിരുന്നു പ്രസേനജിത്ത്. അദ്ദേഹത്തിന് രേണു എന്നൊരു പേരും കൂടി ഉണ്ട്. അദ്ദേഹത്തിന് മംഗളാദേവി, സ്വർണലത, ഇന്ദുമതി എന്നിങ്ങനെ 3 ഭാര്യമാരുണ്ടായിരുന്നു. സന്താന സൗഭാഗ്യമില്ലാതിരുന്ന പ്രസേനജിത്ത് രാജാവ് നിത്യവും ശിവനെ ആരാധിച്ചു പോന്നിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കുലഗുരുവായ അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി രാജാവ് ഒരു യാഗം നടത്തി. ആ സമയത്ത് കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിയോട് പറഞ്ഞു, ദേവി, എൻ്റെ അംശാവതാരം ജമദഗ്നി മഹർഷിയുടെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞു. ഇനി ദേവിയുടെ അംശാവതാരം ഭൂമിയിൽ അവതരിക്കുവാനുള്ള സമയമായി. അപ്പോൾ ശ്രീ പാർവതി ദേവി തൻ്റെ ശരീരത്തിൽ നിന്നും അംശചൈതന്യത്തെ ആവാഹിച്ച് ആ യാഗാഗ്നിയിലേക്ക് സമർപ്പിക്കുകയും ആ അംശചൈതന്യം ഒരു പെൺകുഞ്ഞിൻ്റെ രൂപത്തിൽ യാഗാഗ്നിയിൽ നിന്നും പുറത്തു വരികയും ചെയ്തു. അഗ്നിയിൽ നിന്നും ഉദ്ഭവിച്ച ആ പെൺകുഞ്ഞിനെ അവിടെ യാഗം നടത്തിയിരുന്ന പുരോഹിതന്മാർ അഗ്നിജ എന്ന് നാമകരണം ചെയ്തു. രേണുരാജാവ് ആ കുഞ്ഞിന് രേണുക എന്ന് മറ്റൊരു പേരും നൽകി. അഗസ്ത്യ മഹർഷിയുടെ ഉപദേശപ്രകാരം ബാല്യകാലം മുതൽ തന്നെ ശിവാരാധന ചെയ്തു വന്നിരുന്ന രേണുക എല്ലാ ശാസ്ത്രങ്ങളിലും ആയോധന കലകളിലും നൈപുണ്യം നേടി. ഒരിക്കൽ ഒരു യാഗരക്ഷയ്ക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി ജമദഗ്നി മഹർഷി രേണുരാജാവിനെ മുഖം കാണിക്കുകയും അവിടെ വെച്ച് രാജാവിൻ്റെ മകളായ രേണുകയെ കണ്ട് ഇഷ്ടമാവുകയും രേണുകയെ തനിക്ക് വിവാഹം ചെയ്തു തരുമോ എന്ന് ജമദഗ്നി മഹർഷി രേണുരാജാവിനോട് ചോദിക്കുകയും ചെയ്തു. ആലോചിച്ച് ഒരു തീരുമാനം പറയാമെന്ന് രാജാവ് ജമദഗ്നി മഹർഷിക്ക് മറുപടി നൽകി. ക്ഷത്രിയ കുലത്തിൽ വളർന്ന തൻ്റെ മകളെ ഒരു ബ്രാഹ്മണനെ എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കും എന്നതാലോചിച്ച് രാജാവ് ചിന്താകുലനായി. പിറ്റേ ദിവസം രാജാവ് ഈ പ്രശ്നത്തിന് പരിഹാരവുമായി കുലഗുരുവായ അഗസ്ത്യ മഹർഷിയെ സമീപിച്ചു. ഭൃഗുവംശജരായ ഋചീക മഹർഷിയുടെയും സത്യവതീ ദേവിയുടെയും മകനായ ജമദഗ്നി മഹർഷി സർവശാസ്ത്ര വിശാരദനും ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനും പല ദേവന്മാരെയും തപസ് ചെയ്ത് വരം ലഭിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. അങ്ങനെയുള്ള ജമദഗ്നി രേണുകയെ വിവാഹം ചെയ്യാൻ യോജിച്ച വ്യക്തിയാണെന്ന് അഗസ്ത്യ മഹർഷി രാജാവിനോട് പറഞ്ഞു. സംപ്രീതനായ രാജാവ് ഈ വിവരം ജമദഗ്നി മഹർഷിയെ അറിയിക്കുകയും ഒരു ഉത്തമ മുഹൂർത്തത്തിൽ രേണുകയുടെയും ജമദഗ്നിയുടെയും വിവാഹം നടത്തുകയും ചെയ്തു. വിവാഹാനന്തരം ജമദഗ്നി മഹർഷിക്കും രേണുകാദേവിക്കും ബൃഹദ്യാനു, ബൃഹത്കണ്ണൻ, വസു, വിശ്വാവസു എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായി. പിന്നീട് 5ാമത്തെ മകനായി ക്ഷത്രിയ തേജസ്സോടുകൂടി വിഷ്ണുവിൻ്റെ അംശാവതാരമായി ഭൃഗുരാമൻ പിറവിയെടുത്തു. വേദശാസ്ത്രങ്ങളെയെല്ലാം അറിവ് നേടിയ ഭൃഗുരാമൻ കൈലാസത്തിൽ പോയി ഭഗവാന്റെ ശിക്ഷണത്തിൽ ആയോധന കലകൾ അഭ്യസിക്കുകയും ഭഗവാനിൽ നിന്നും വരമായി ഒരു പരശു, അതായത് മഴു നേടുകയും ചെയ്തു. അങ്ങനെ ഭൃഗുരാമൻ പരശുരാമൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. രേണുക നിത്യവും സൂര്യോദയത്തിന് മുൻപ് നർമ്മദാ നദിയിൽ കുളിച്ച് ശുദ്ധയായി ആ നദിക്കരയിലെ മണ്ണ് കുഴച്ച് കുടം നിർമ്മിക്കും. ആ കുടത്തിൽ നദീജലം ശേഖരിക്കുകയും പിന്നീട്
നദിക്കരയിൽ പതിവായി എത്തുന്നൊരു സർപ്പത്തെ ചുമട് താങ്ങിയായി ശിരസിൽ വെച്ച് അതിനുമീതെ ഈ ജലകുടം വെച്ച് രേണുക ആശ്രമത്തിലേക്ക് പോകുമായിരുന്നു. ആ ജലമാണ് ആശ്രമത്തിലെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാനും യാഗാദി കർമ്മങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത്. ഒരിക്കൽ ജലകുടം ചുമന്ന് പോകാൻ നിൽക്കുന്ന നേരത്ത് നദിയിൽ നിന്നും പാട്ട് കേൾക്കുകയും ദേവി തിരിഞ്ഞു നോക്കിയപ്പോൾ ചിത്രരഥൻ എന്ന ഗന്ധർവനും അദ്ദേഹത്തിൻ്റെ പത്നിയും പാട്ട് പാടിക്കൊണ്ട് നദിയിൽ ജലകേളികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാനിടയായി. ഈ കാഴ്ച രേണുകാദേവിയിൽ ശൃംഗാരഭാവം ഉണർത്തുകയും തന്മൂലം ജലകുടം ഉടഞ്ഞ് ജലം പോകുകയും സർപ്പം ദേവിയുടെ കാലിൽ വന്ന് പതിക്കുകയും ചെയ്തു. രേണുകയുടെ കാൽപാദത്തിൽ വന്ന് പതിച്ച സർപ്പം ഒരു ഗന്ധർവനായി രൂപം മാറി. ദേവേന്ദ്രൻ്റെ ശാപത്താൽ സർപ്പമായി മാറിയ ഒരു ഗന്ധർവനാണ് താനെന്നും രേണുകാദേവിയുടെ പാദസ്പർശനത്താൽ തനിക്ക് പൂർവ്വരൂപം തിരിച്ചു കിട്ടുമെന്ന് ദേവേന്ദ്രൻ ശാപമോക്ഷം നൽകിയിട്ടുണ്ടെന്നും ഗന്ധർവൻ രേണുകാദേവിയെ അറിയിച്ചു. പൂർവ്വരൂപം തിരിച്ചു കിട്ടിയ ഗന്ധർവൻ അപ്രത്യക്ഷനായി. സമയം വൈകിപ്പോയെന്ന് മനസ്സിലാക്കിയ രേണുക പലതവണ കുടമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായി. ദുഃഖിതയായ രേണുക വെറും കൈയോടെ ആശ്രമത്തിലേക്ക് മടങ്ങി. സമയം വൈകിയതിൻ്റെ കാരണം ജ്ഞാനദൃഷ്ടിയിൽ അറിഞ്ഞ ജമദഗ്നി മഹർഷി അതീവ കോപാകുലനായി. വെറും കൈയോടെ ആശ്രമത്തിലെത്തിയ രേണുകയെ കണ്ട ജമദഗ്നി മഹർഷി രേണുക ഒരു കുഷ്ഠരോഗിയായി തീരട്ടെയെന്നും ജലം പോലും ലഭിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ ഇടവരട്ടെയെന്നും ശപിച്ചു. ശാപാനന്തരം വനത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന രേണുകാദേവിക്ക് വിശപ്പ് അനുഭവപ്പെടുകയും ആ വഴി വന്ന മാതങ്കി എന്ന ചണ്ടാല സ്ത്രീ ഇത് കാണുകയും രേണുകാദേവിയുടെ വിശപ്പ് മാറ്റാനായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പഴവർഗ്ഗങ്ങൾ മാതങ്കി രേണുകയ്ക്ക് നൽകുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം അമിതദാഹം അനുഭവപ്പെട്ട രേണുകാദേവി ജലം കുടിക്കാനായി നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ നദീജലം അപ്രത്യക്ഷമായി. ആ സമയം രേണുക സിദ്ധരാമേശ്വര മഹർഷിയുടെ ശിഷ്യന്മാരായ ഏകനാഥ മുനിയെയും സോമനാഥ മുനിയെയും കാണാനിടയായി. രേണുക അവരോട് ജലം ആവശ്യപ്പെടുകയും മുനികുമാരന്മാർ കമണ്ഡല ജലം രേണുകയ്ക്ക് നൽകാൻ തുനിഞ്ഞപ്പോൾ കമണ്ഡലുവിലെ ജലവും അപ്രത്യക്ഷമായി. രേണുകയുടെ ഈ അവസ്ഥ കണ്ട് ദുഃഖിതരായ മുനികുമാരന്മാർ ശിവനെ ശരണം പ്രാപിക്കുവാൻ രേണുകാദേവിയോട് പറഞ്ഞു. അതുപ്രകാരം രേണുക ശിവനെ ശരണം പ്രാപിക്കുകയും ഭഗവാൻ ഗംഗാജലത്താൽ രേണുകയെ പവിത്രയാക്കുകയും ദാഹം അകറ്റുകയും കുഷ്ഠരോഗം അകറ്റുകയും ചെയ്തു. രോഗവിമുക്തയായി ആശ്രമത്തിൽ തിരിച്ചെത്തിയ രേണുകയെ കണ്ട ജമദഗ്നി മഹർഷി വീണ്ടും കോപാകുലനായി. രേണുക തെറ്റുകാരിയാണെന്നും രേണുകയുടെ തലവെട്ടി വധിക്കണമെന്നും തൻ്റെ മൂത്ത 4 പുത്രന്മാരെ വിളിച്ച് ജമദഗ്നി മഹർഷി ആജ്ഞാപിച്ചു. ജന്മം നൽകിയ മാതാവിനെ വധിക്കാൻ വിസമ്മതിച്ച 4 പുത്രന്മാരെയും ജമദഗ്നി മഹർഷി ഭസ്മമായി പോകട്ടെ എന്ന് ശപിച്ചു. ശാപം മൂലം ഭസ്മമായി മാറിയ തൻ്റെ മൂത്ത 4 പുത്രന്മാരെയും ആലോചിച്ച് ദുഃഖിതയായ രേണുകാദേവി ആത്മഹത്യ ചെയ്യുവാനായി ആശ്രമത്തിൽ നിന്നും പോയി.